എന്താണ് NDF ചെയ്ത തെറ്റ്? അത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് NDF ചെയ്തത് എന്ന്. തിരൂരിൽ പ്രശ്നത്തിന് തുടക്കം കുറിച്ചു എന്നാ പറയുന്നത്. ഇസ്ലാമിക പ്രവർത്തകനായിരുന്ന യാസിർ കൊല ചെയ്യപ്പെട്ടത് മറന്നോ? അതോ അത് കൊലപാതകവും നിന്ദിക്കപ്പെടേണ്ടതുമല്ലേ? ഇവിടെ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെടുന്ന ആളുകൾ കൊല്ലപ്പെട്ടാൽ മാത്രമാണോ പ്രശ്നമാകുന്നത്? നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അങ്ങനെ സംശയിച്ചു പോകുന്നു. കാരണം കണ്ണൂർ ജില്ലയിലെ ഉളിയിൽ പള്ളി മദ്രസ ഭാരവാഹിയായിരുന്ന മുഹമ്മദ് സാഹിബ് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ RSSകാരെ വെട്ടിക്കൊലപ്പെടുത്തി അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് യാതൊരു സഹായവും കൊടുത്തില്ല. അതേ നിങ്ങൾ അവിടെ ഒരു RSS നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോ എല്ലാ പ്രോഗ്രാമുകളും അവസാനിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിക്കാൻ വേണ്ടി ക്യൂ നിന്നു. പോവണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഏതായാലും അതുവരെ പോയ സ്ഥിതിക്ക് അപ്പുറത്തൊരു മുസ്ലിം സഹോദരൻ, ആ സഹോദരന്റെ കുടുംബം, ആ സ്ത്രീ വിധവയായില്ലേ, ആ കുട്ടികൾ യതീമായില്ലേ? അശ്വനി കുമാറിൻ അമ്മക്കുള്ളതുപോലെയുള്ള വിഷമം മുഹമ്മദ് സാഹിബിന്റെ മാതാപിതാക്കൾക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയില്ല? അവിടെ പോയാൽ നിങ്ങൾ ഭീകരവാദിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുമോ? എന്താണ് സംഭവിക്കുന്നത്? ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തിൽ നോമ്പെടുക്കാനുള്ള നിയ്യത്തുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഫസൽ വഴിയിൽ വെച്ച് രക്തസാക്ഷിയാകുന്നു. എത്ര മുസ്ലിം നേതാക്കന്മാർ അവിടെ പോയി? സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം പ്രവണതക്കെതിരെ ജനകീയ കൂട്ടായ്മയുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര മുസ്ലിം സംഘടനകൾ കണ്ണൂരിൽ ചെന്നു? നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് RSSകാരൻ അപകടം പറ്റുമ്പോൾ, RSSകാരൻ കൊല ചെയ്യപ്പെടുമ്പോൾ ഈ മുസ്ലിം നേതാക്കന്മാരുടെ സാംസ്കാരിക ബോധവും സമാധാനത്തിനോടുള്ള സ്നേഹവും ഉയർന്നു വരുന്നു? പോവുകയാണെങ്കിൽ എല്ലായിടത്തും പോകണം. രാഷ്ട്രീയക്കാർ കണ്ടില്ല, എല്ലായിടത്തും പോകും. നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? എന്താണ് NDF ചെയ്ത തെറ്റ്? കേരളത്തിൽ ഞങ്ങള് ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മാറാട് പ്രശ്നങ്ങളുണ്ടായപ്പോ എല്ലാവരും NDFനെതിരെ വിരൽ ചൂണ്ടി. അതിന്റെ പ്രതികളായി പിന്നീട് പോലീസ് പിടിച്ചത് ഇന്ന് സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്ന CPMന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകന്മാരെയാണ്. പക്ഷെ എല്ലാവരും NDFന് നേരെ വിരൽ ചൂണ്ടി. ഞങ്ങൾ ആ വിരൽ ചൂണ്ടിയത് ഭയപ്പെടാതെ മാറാട്ടെ നിരപരാധികളായ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി സമരം ചെയ്തു. അങ്ങനെ അവരുടെ ശ്രദ്ധ കേരളീയ സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചു. അന്ന് ഓരോ പ്രശ്നങ്ങളിലും NDF ഇടപെട്ടുകൊണ്ട് അവരെ അനാഥരാക്കി രംഗത്ത് നിന്ന് പിന്മാറുമെന്ന് ഇന്ന് പ്രസംഗിക്കുന്ന ഒരാളെയും ഞങ്ങൾ മാറാട് പരിസര പ്രദേശങ്ങളിൽ അന്ന് കണ്ടിട്ടില്ല. മാത്രമല്ല, മാറാട്ടുകാരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ള മാറാട്ടുകാരെ പോലും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എന്തിന് ഒറ്റിക്കൊടുക്കാൻ പോലും തയ്യാറായ ജനവിഭാഗങ്ങളാണ് അന്ന് ഈ സമുദായത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഇതേ സംഘടന തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ മുദ്രാവാക്യം വിളിക്കുകയാ. മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിരപരാധികളെ വിട്ടയക്കാനുള്ള ആവശ്യവുമായിട്ടാണ് പോകുന്നത് എന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ തിരുവനന്തപുരത്ത് പോയിട്ട് അവർ മുദ്രാവാക്യം മുഴക്കിയത് പോലീസ് പോലും 18 ആളുകളാണ് മാറാട് സംഭവത്തിൽ പ്രതികൾ എന്ന് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തപ്പോൾ പോലും 100 ചില്ലാനം ആളുകൾ അതിന്റെ പ്രതികളായി ഇപ്പോഴും ജയിലിൽ കഴിയുമ്പോ ഈ മുസ്ലിം സംഘടന തിരുവനന്തപുരത്ത് പോയിട്ട് മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇനി മാറാട് സ്ത്രീകൾ മാത്രമേ പിടികിട്ടാനുള്ളൂ, അവരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അങ്ങനെ സമുദായത്തിനോടൊപ്പം നിൽക്കേണ്ട, സമുദായത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കേണ്ട, സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ ധീരമായി ഇടപെട്ട് ആത്മവിശ്വാസം പകരേണ്ട മുസ്ലിം നേതാക്കന്മാരെ ഒരിക്കലും തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല.